നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗ്യാസ് ഏജൻസികൾ നിയോഗിക്കുന്ന ടെക്നീഷ്യന്മാർ 5 വർഷത്തിലൊരിക്കൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഒരു സർവീസിന്റെ ഭാഗമായി ഇന്ത്യൻ, HP, ഭാരത് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്ക് ടെക്നീഷ്യൻ എത്തുന്നതായിരിക്കും. ചിലപ്പോൾ ഇതിനു മുമ്പേ എത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ നിങ്ങളുടെ വീടുകളിലെത്തി ഗ്യാസ് സിലിണ്ടറുകൾ പരിശോധിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഈ ഒരു സർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനോട് സഹകരിക്കുക. ഗ്യാസുമായി ബന്ധപ്പെട്ട റെഗുലേറ്റർ, അതിൻ്റെ ഓസ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവ അവർ കൃത്യമായി പരിശോധിച്ച് അത് മാറ്റണമെങ്കിൽ അതിനുള്ള നിർദ്ദേശം തരികയും, അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് റെഗുലേറ്റർ മാറ്റണമെങ്കിൽ അത്, ഗ്യാസിൻ്റെ ഓസ് മാറ്റണമെങ്കിൽ അത് തുടങ്ങിയവയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു സർവീസ് ചാർജ് 200 രൂപയാണ്. കൂടാതെ GST 36 രൂപ, ടോട്ടൽ 236 രൂപയാണ് വരിക. കൂടാതെ എന്തെങ്കിലും ഉപകരണങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവർ ഏതൊരു ഏജൻസിയിൽ നിന്നാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. ID കാർഡൊക്കെ വാങ്ങി പരിശോധിക്കുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു സർവീസിന് വേണ്ടി സഹകരിക്കാൻ പാടുകയുള്ളൂ. ഇനി ഗ്യാസ് സിലിണ്ടറിന്റെ വിതരണത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായിരുന്നു ബുക്കിംഗ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ചില ഗ്യാസ് ഏജൻസികളിലൊക്കെ 25 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇലക്ട്രോണിക്കൽ KYC ചെയ്യാത്തവർ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഈ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.